പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന വണ്ടിയുടെ സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാവലറിൻ്റെ സ്റ്റിക്കർ വർക്ക് ഫുള്ള് എഡിറ്റിങ്, പ്രിൻറ്റിങ്, ഒട്ടിക്കൽ എല്ലാം അടക്കം മൊത്തം, അതായത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻറ്റിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ബോണറ്റിലൊരു പാന്തറിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫോഴ്സിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഗീര എന്നുള്ള വണ്ടിയുടെ ഫ്രണ്ട് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ ബഗീര എന്നുള്ള സൈഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിലൊരു ഗ്രാഫിക്സ് വർക്ക് പാന്തറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ബേക്കിലേക്ക് വരുമ്പോൾ നമ്മളിതാ ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവരെ ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിറ്റി കാര്യങ്ങൾ, ബഗീര, അവരുടെ സ്ഥലവും നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിൽ വലിയൊരു പാന്തറിൻ്റെ ഒരു ഗ്രാഫിക്സ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊത്തം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എഡിറ്റിങ്, പ്രിൻറ്റിങ്, ഒട്ടിക്കൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാട് വർക്ക് ഇനി വണ്ടിക്ക് ഇവിടെയൊക്കെ വർക്കുകൾ വരാനുണ്ട്. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കാണുക. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റ് ഇപ്പുറം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ കസ്റ്റം സൈസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ഇവിടെ ഇങ്ങനെയായിട്ട് കസ്റ്റം സൈസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് നമുക്ക് വിഡ്ത്ത് അടിച്ചു കൊടുക്കണം. വിഡ്ത്ത് 200, ഞാനിപ്പോൾ A3 സൈസാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ സ്റ്റിക്കർ പ്രിൻറ്റിങ് ഷോപ്പിൽ A3 സൈസേ ഉള്ളൂ, A4 ഇല്ല. അതുകൊണ്ട് A3യിലാണ് ചെയ്യുന്നത്. A4 ഉണ്ടെങ്കിൽ നിങ്ങൾ A4ൻ്റെ സൈസ് ഗൂഗിൾ നോക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ അത് ഗൂഗിളിൽ നോക്കി അടിക്കുക. അപ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു യൂണിറ്റ്സ് ഇപ്പം പിക്സലിലാണ് ഉള്ളത്. അത് മാറ്റിയിട്ട് MM-ലോ സെൻറ്റിമീറ്ററിലോ ഏതെങ്കിലും ആക്കുക. ഞാനിപ്പോൾ മില്ലിമീറ്ററിലാണ് ആക്കിയിട്ടുള്ളത്. വിഡ്ത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 297 അടിച്ചു കൊടുക്കണം. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 29.7 വരിക. MM-ആണ് 297. ഹൈറ്റ് 420 കേട്ടോ. ഇത് നേരം തിരിച്ചടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അന്നേരം ലാൻഡ്സ്കേപ്പ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാവുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക, ഒന്നുമില്ലാണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ നമുക്കറിയില്ല, എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക താഴോട്ടേക്ക്. ഈ മുകളിൽ ചെറിയൊരു മാർക്കാണ്, അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് താഴേക്ക് ആയി കഴിഞ്ഞാൽ അതങ്ങ് പോയി. നമ്മളെ പേജ് ഇവിടെ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ പേജ് A3 സൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ. എനിക്ക് മെയിനായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ളത് സ്റ്റിക്കേഴ്സാണ്. അതുകൊണ്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ, സെൻറ്ററിലുള്ള അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. അതിന് ശേഷം മുകളിൽ അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്കുമ്പോൾ നമ്മൾ നേരെ ഫയലിലേക്ക് പോകും. അവിടെ നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഇമേജിലുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ സാധനവും നമുക്ക് വേണം. ആദ്യം നമുക്ക് ഈ സൈഡ് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ആകുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വരുവാണ് ചെയ്തത്. എല്ലാം ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അത് നോക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ ആവും. നമ്മൾ അപ്ലോഡ് ആക്കിയത് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മൊത്തമായിട്ട് അപ്ലോഡ് ആക്കിയില്ല, ഇനിയും കുറേ സാധനം ആക്കാനുണ്ട്. നമ്മൾ തൽക്കാലം ഇപ്പോൾ 3 ആക്കിയിട്ടുണ്ട്. കുറച്ച് വർഷമായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഡിസൈൻ ഇതിലേക്ക് ആക്കാം. ഡിസൈൻ ആക്കാം. അത് നമുക്ക് ഇതിൽ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ ഫോട്ടോ സിംഗിളായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ഇതാക്കണം, അഡ്ജസ്റ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സ് എടുക്കുക. താഴെ രണ്ടാമത്തെ ഓപ്ഷൻ എലമെൻറ്റ്സ് എടുത്തിട്ട് ഒരു സാധനം ഇങ്ങനെ വരും. അപ്പോൾ അതിൽ സെർച്ചിൽ പോയിട്ട് റെക്റ്റാങ്കിൾ സെർച്ച് ചെയ്യാം. ഒരു 6 സെർച്ച് ചെയ്താൽ തന്നെ സാധനം കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിൾ വരും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നേരത്തെ എടുത്ത പോലെ തന്നെ പൊസിഷൻ എടുക്കും. താഴെ അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത്. താഴെ പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൻ്റെയും ഇങ്ങോട്ട് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ വിഡ്ത്ത് അടിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടത് നമുക്ക് 8 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 80 mm അടിക്കുന്നത്. കാരണം ഇവിടെ MM-ലാണ് സാധനം വരുന്നത്. നിങ്ങൾ ഏതാ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. 8 mm ആണ് വേണ്ടത്. 1.5 എന്ന് പറയുന്നത്. ഏകദേശം ഹൈറ്റ് നമുക്ക് വേണ്ടത് 5.5. അപ്പോൾ എത്ര അടിക്കുക, 55 അടിക്കേണ്ടി വരില്ലേ. 55 അടിക്കേണ്ടി വരും MM. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിലോ ഗൂഗിളിൽ അങ്ങനെ അടിച്ച് നോക്കുക. MM എത്രയാണ് കറക്റ്റ് അടിക്കണം. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പോകും. അപ്പോൾ നമുക്ക് ഇതാണ് സൈസ് വരിക. ഇത് ബോക്സ് എന്നിട്ട് അറേഞ്ച് ചെയ്യാം. നമുക്ക് എവിടെ ഏകദേശം വേണ്ടത്. ഞാൻ പരമാവധി എനിക്ക് കുറേ സാധനത്തിൽ കൊള്ളിക്കാനുള്ളതുകൊണ്ട് പരമാവധി മൂലക്കോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിക്കർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഓപ്ഷൻ കണ്ട് ഈ താഴെ ഇങ്ങനെ ഓപ്ഷൻ കണ്ടാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. ഈ അഡ്ജസ്റ്റ് ആക്കി ഈ ബോക്സിൻ്റെ സൈസിൽ ഇത് വേണമെങ്കിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെ ലെയർ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ആ ബോക്സിനെ കാട്ടി ഫ്രണ്ടിൽ നമ്മൾ സാധനം കിട്ടും. അതിന് ശേഷം ബോക്സിൻ്റെ കറക്റ്റ് സൈസാക്കി എടുക്കണം. ഇപ്പോൾ ബോക്സിൻ്റെ സൈസ് കറക്റ്റാക്കി എടുക്കണം. അതിന് കറക്റ്റൊന്നും ആയിരിക്കില്ല, കാരണം അത് ChatGPT വെച്ച് ഇത് മേക്ക് ചെയ്ത് ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾ വിടുത്ത് ഹൈറ്റ് ഒരുപോലെ കിട്ടണമെന്നില്ല. ഒന്ന് കുറച്ച് ഹൈറ്റ് കുറച്ച് കുറക്കുക, വിടുത്ത് കുറച്ച് കൂട്ടുമ്പോൾ ഇതാവുമല്ലേ. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് അടിക്കാം. 8 ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ലെവലിലിട്ട് അടിക്കാം. കാരണം ഇത് കറക്റ്റ് റേഷ്യോയിലും നല്ല ഉള്ളത് ChatGPT വെച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ ഏകദേശം അത് കറക്റ്റായി. ഞാൻ ബോക്സ് ഡിലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബോക്സ് ഡിലീറ്റ് ആക്കേണ്ട ഏകദേശം സംഭവം സൈഡ് ഡിസൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അപ്ലോഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട് നെയിം നമുക്ക് കറക്റ്റ് ലെവലൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെയിം ഇവിടെ വന്നു. അതിന് ശേഷം വീണ്ടും നമ്മളെ എലമെൻറ്റ്സ് എടുക്കുക. എടുത്തതിന് ശേഷം
റെക്റ്റാങ്കിൾ എടുക്കുക. ആദ്യം വീണ്ടും റെക്റ്റാങ്കിൾ തന്നെയാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാറ്റാം. പൊസിഷനിൽ പോവുക, അഡ്വാൻസ്ഡ് പോവുക. നമുക്ക് ഫ്രണ്ട് നെയിമിൻ്റെ വിഡ്ത്ത് വരുന്നത് 4.5 ആണ്. അപ്പോൾ ഒരു 45 അടിക്കുക. പിന്നെ ഹൈറ്റ് 0.8 സെൻറ്റിമീറ്റർ, അപ്പോൾ 8 mm അടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്രണ്ട് നെയിം ഇത്ര ചെറുതായിരിക്കും. നമുക്ക് ആ ഒരു ബോക്സ് ഏകദേശം ഇവിടെ പ്ലേസ് ചെയ്യാം. ഇത് വീഡിയോ കൊണ്ട് ജസ്റ്റ് സ്ഥലം ഇങ്ങനെ ആക്കാൻ ചാട്ടി, സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റും. ഇത് വളരെ ചെറുതാക്കണം. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം കറക്റ്റ് ആവും. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ കറക്റ്റ് സൈസിൽ കൊണ്ടുവരേണ്ടത്. ഇനി എഴുത്തൊക്കെ വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്. പിന്നെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. ഞാൻ പൊതുവെ പിക്സാർട്ട് നോക്കി എഡിറ്റ് ചെയ്തിട്ട് അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്യാൻവ ഉപയോഗിക്കാറുള്ളത്. നിങ്ങളുടെ എല്ലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്ത് സംഭവം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സൈസിൽ കറക്റ്റ് ആക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിർത്തലാണ്, കാരണം എനിക്ക് ഇത് കറക്റ്റ് സൈസൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്തായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ടൈം വേണ്ടി വരും. അപ്പോൾ അത്രയും നേരം സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി വെച്ച് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാനും ലെങ്ത്തെല്ലാം അധികമായി പോകും. അപ്പോൾ ഈ ഒരു കണക്കിന് ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ എല്ലാ സ്റ്റിക്കറും ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യും. നിങ്ങൾ അതുപോലെ ചെയ്യുക. ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ് ഞാൻ കാണിച്ചത്. മൊത്തം കാണിക്കാൻ നിന്നാൽ 1 മണിക്കൂർ വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അതൊന്നും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഏകദേശം കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അളവിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ കിടക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഫുൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സാധനം പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. A3 സൈസിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റിക്കർ വരുന്നത്, കണ്ടില്ലേ? ഇത് നമ്മൾ പിന്നെ എപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സ്ഥലം ബാക്കി വരുമ്പോൾ നമ്മളങ്ങനെ പലതും നമ്മൾ എടുക്കും. പിന്നെ എന്തായാലും സ്ഥലം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഉണ്ട് പിന്നെ തുടക്കുന്നത് നമുക്കിത് ഫ്രണ്ട് നെയിം, നമ്പർ പ്ലേറ്റ്, ഇത് ബോണത്തിൽ വരുന്ന സ്റ്റിക്കറാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷേ ഒരെണ്ണമായിട്ട് എടുക്കരുത്, ഒരുപാടെണ്ണം എടുക്കും. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, എന്തെങ്കിലും തെറ്റ് നമുക്കും വരാം. തെറ്റ് പറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു തരും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ഇതിപ്പം ബോണത്തിൻ്റെ സ്റ്റിക്കറാണ്. ഇതിപ്പോൾ ഒറ്റൊരു സ്റ്റിക്കറിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിത് പൊട്ടിച്ചുകൊടുക്കുമ്പോൾ അല്ല കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളും കട്ടായി പോയി. നമ്മൾ മനുഷ്യന്മാരല്ല, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുമ്പോൾ ബ്ലേഡിൽ ഒറിഞ്ഞ് കട്ടായി പോയില്ലെങ്കിൽ പിന്നെ എന്താവും? ആദ്യം നമുക്ക് ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ വീണ്ടും ഈ ഇത്രയും വലിയ പേപ്പർ അവർ ഒറ്റ മാത്രമായിട്ട് എടുക്കേണ്ടി വരും, പൈസ അധികവും. അല്ലെങ്കിൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ആ കീഴ സാധനം ഒട്ടിച്ച് വിടുന്ന ആൾക്കാരിലുണ്ടാവും. പക്ഷെ നമ്മളെന്തായാലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ എപ്പോൾ കീപ്പ് ചെയ്യും. കാരണം എന്തായാലും ഇത്രയും വലിയ സാധനം എടുക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ എല്ലാം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇത് 3 എടുത്തു, ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ നമ്പർ പ്ലേറ്റ് 4 ആവശ്യമുള്ളൂ, 2 ആവശ്യമുള്ളൂ. ഈ നെയിം 1 ആവശ്യം ശരിക്കുള്ളൂ, നമ്മൾ 4 എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് സ്റ്റിക്കർ, ഇത് ശരിക്കും പറഞ്ഞാൽ 2 ആവശ്യമുള്ളൂ. 2 പകരം നമ്മളിപ്പോൾ എത്ര എടുത്തു? 3, 6, 2, 8 എടുത്തു. എന്തിനും ഒരാവശ്യമില്ല. നമ്മളൊരു ഇത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് വർക്കെല്ലാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ തെറ്റിപ്പോവോ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും അധികം എടുത്തിന്. പിന്നെ അതുപോലെ തന്നെ ഈ ബഗീര എന്നുള്ള ഈ സൈഡ് നെയിം, ഇത് സൈഡ് നെയിം വരുമ്പോൾ ഇതിൽ 2 ആവശ്യമുള്ളൂ, 2 സൈഡിൽ. അത് നമ്മൾ എക്സ്ട്രാ 4 എടുത്തിട്ടുണ്ട്. അതിന് ഇത് ബേക്കിൽ വരുന്ന പാന്തറിൻ്റെ ഒരു ഇതാണ്, അത് 1 ആവശ്യമുള്ളൂ. പിന്നെ ഇത് ബേക്ക് ഗ്ലാസ്സിൽ വരുന്ന അവരൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെഡ് ഓട്ടോഗ്രാഫിൻ്റെ ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇത് ക്ലിയർ ഷീറ്റിലാണ് എടുത്തത്. ക്ലിയർ ഷീറ്റിൻ്റെ പൈസ 60 രൂപ. എഡിറ്റിംഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു പേപ്പർ എടുക്കാൻ 60 രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. എഡിറ്റിംഗ് ഇല്ലെങ്കിൽ ചിലപ്പോൾ 10-200 രൂപയിലാവും. കാരണം ഇത്തിരി അളവെല്ലാം കറക്റ്റ് ചെയ്ത് എഡിറ്റിംഗ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർക്കും എഡിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചുള്ള എഡിറ്റിംഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 60 രൂപയ്ക്ക് പരിപാടി ചെയ്യും. PVC സ്റ്റിക്കർ പ്രിൻ്റ് 50 രൂപയേ ഉള്ളൂ. ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻ്റ് ആയതുകൊണ്ടാണ് 60. അതായത് ഇതിപ്പം പറിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. മറ്റേ PVC വെച്ചാൽ പറിച്ച് കഴിഞ്ഞാൽ ഫുൾ വെള്ളം. ഈ കാണുന്ന വെള്ളമൊന്നും നമ്മൾ സ്റ്റിക്കർ പറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഈ വൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ബഗീരേൻ്റെ വൈറ്റ് ഉണ്ട്, അതൊന്നും ഉണ്ടാവില്ല. സ്റ്റിക്കർ പറിച്ചെടുക്കുമ്പോൾ അത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. അങ്ങനെ വൈറ്റ് വരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്ന സ്ഥലത്ത് വൈറ്റ് ഒട്ടിക്കുക. അതിൻ്റെ മേലെ നിന്ന് ഇത് പറിച്ച് ഒട്ടിച്ചാൽ ഈ വൈറ്റ് എല്ലാം വൈറ്റ് ആയിട്ട് തന്നെ കാണും. പിന്നെ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്കർ വർക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്പെറൻറ്റിന് എടുത്തത്. കാരണം വൈറ്റ് എടുത്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കട്ട് ചെയ്ത് റിമൂവ് ആക്കിയ കുറച്ച് റിസ്ക്കാണ്. കുറച്ചധികം പണി വന്നാൽ ആ ഒരു വൃത്തി ചിലപ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതെല്ലാം വെച്ചാൽ ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് വേണ്ടൂ. അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് തന്നെ എടുത്തത്. അതായത് വൈറ്റ് ആകുമ്പോൾ ഈ ഉള്ളിലത്തെ വൈറ്റും കട്ട് ചെയ്ത് കളയേണ്ടി വരും, പുറത്തെല്ലാം കട്ട് ചെയ്ത്. അത് റിസ്ക് അല്ല, കുറച്ചധികം പണിയല്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടിക്കേണ്ട പരിപാടി നോക്കാം. നമുക്ക് കുറച്ചായിട്ട് കട്ട് ചെയ്തിട്ട് വണ്ടിയിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻറ്റിൻ്റെ ഒരു ഫോൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തത്. ഫ്രണ്ട് നെയിം എക്സ്ട്രാ പീസുള്ള നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ ഇതേപോലെ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതാണ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഞാൻ ആ ബ്ലാക്കിലേക്ക് കൂടി അല്ല പുറത്തേക്ക് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പോൾ ബ്ലാക്കിലേക്ക് കൂടി കട്ട് ചെയ്ത് കുറച്ചുകൂടി വൃത്തിയാവും. ബ്ലാക്ക് അല്ലാണ്ട് കുറച്ചും കൂടി ആ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് നോക്കുമ്പോൾ ബ്ലാക്ക് കാണും, ഗ്ലാസ്സിൽ ഒട്ടിക്കുമ്പോൾ ബ്ലാക്ക് മാത്രമേ കാണാം, വൈറ്റ് ഒന്നും കാണില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ ബഗീരേൻ്റെ ഈ അക്ഷരം മൊത്തം വൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്ത് ഇതായി ട്രാൻസ്പെറൻറ്റ്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, കണ്ടോ പച്ചയെല്ലാം കാണുന്നുണ്ടോ? അവിടെ ട്രാൻസ്പെറൻറ്റ് ആണ്, അവിടെ ശരിക്കും വൈറ്റാണ് വേണ്ടത്. അത് ശരിക്കും ട്രാൻസ്പെറൻറ്റ് ആയിപ്പോയി. കാരണം ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻറ്റിങ്ങിൽ വൈറ്റ് ഇല്ല. അത് ഉള്ളതെന്ന് വെച്ചാൽ എന്തെല്ലോ ഒരു ടൈപ്പ്, കുറച്ച് നല്ല ടൈപ്പ് പ്രിൻറ്ററിൽ അങ്ങനത്തെ വൈറ്റ് കളർ വരുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ 99% ഷോപ്പിൽ അല്ലെങ്കിൽ 90% ഷോപ്പിലെല്ലാം ഇങ്ങനെ കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിന് എങ്ങനെ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒട്ടിക്കാൻ പോകുന്ന സ്ഥലത്ത് ആദ്യം ഒരു വൈറ്റ് ഷീറ്റ് ഒട്ടിക്കുക. സ്റ്റിക്കർ തന്നെ PVC സ്റ്റിക്കർ വൈറ്റ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ വാങ്ങുക. എന്നിട്ട് വൈറ്റ് ഒട്ടിക്കുക. വൈറ്റ് ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ചുമരിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു വൈറ്റ് പീസ് ഒട്ടിച്ചാൽ അതിൻ്റെ മേലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഇത് വൈറ്റായി. നേരെ മറിച്ച് നമുക്ക് ഇത് ഈ ബഗീരാൻ്റെ ഈ ലെറ്റർ കറുപ്പാണെങ്കിൽ ഇതിപ്പോൾ ഒരു കറുപ്പ് ഷീറ്റ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചിരുന്നത്. ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ കറുപ്പായി, മനസ്സിലായില്ലേ? ഇനി ഒരു ഗ്രേ കളർ, വാതിലിൻ്റെ ഒരു ഗ്രേ കളർ ആണെങ്കിൽ അത് ഒട്ടിക്കുമ്പോൾ ആ എഴുതെല്ലാം ഗ്രേ ആയി. അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല പശ കേട്ടോ, കണ്ടോ? ആ പറിച്ചതിൻ്റെ ഒരു ഇതാണ് ആ ഒരു ഈ പെയിൻറ്റിൻ്റെ പൊടിയൊക്കെ പറ്റിയിട്ടാണ് ഇപ്പോൾ കളർ ചെറുങ്ങനെ മാറിയത്. നല്ല പശ വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന്. നല്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ടൈറ്റ് പിടിച്ച് പറിച്ചാലേ സാധനം പറഞ്ഞു വരുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെയാണ്. നമുക്കിനി ബാക്കി സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, കട്ട് ചെയ്ത് ഓരോന്ന് ഒട്ടിക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതാ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട പരിപാടി കടന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെയാണ് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുവന്നതും. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നൊക്കെ ഇന്നലെയാണ്. പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചക്കങ്ങാട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിന്. പിന്നെ നമുക്ക് കുറേ പണിയാത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് ചെയ്യാനുണ്ടായിനി. ബ്രേക്ക് ലൈറ്റ് ഇപ്പാണ് ചെയ്തത്, അതും കംപ്ലീറ്റ് ആയില്ല. ബ്രേക്ക് ലൈറ്റ് ചെയ്യാനുണ്ടായിനി.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി. ഹെഡ്ലൈറ്റിൻ്റെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അല്ല, ഉള്ളിലത്തെ ബൾബ് മാറ്റി, ഗ്ലാസ് ലൈറ്റ് ഉള്ളിലത്തെ ബൾബെല്ലാം മാറ്റി വരുമ്പോഴത്തേക്ക് ടൈമായി. പിന്നെ രാത്രിയായി. രാത്രി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോയിൽ എടുക്കുമ്പോൾ നല്ല പകൽ വെളിച്ചത്തിൽ തന്നെ എടുക്കാൻ നല്ല വൃത്തിക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ രാത്രി ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒട്ടിച്ചിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സിൻ്റെ എംബ്ലം, ഫോഴ്സിൻ്റെ ലോഗോ കുറച്ച് ചെറുതായി പോയി, കുറച്ചും കൂടി വലുത് വേണമായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഫോഴ്സിൻ്റെ അവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിലെ നമ്പർ പ്ലേറ്റും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നാണ് മെയിനായിട്ടുള്ള സ്റ്റിക്കർ വർക്ക് വരുന്നത്. ഫുൾ സാധനം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബോണറ്റ്, ഇത് ഒരു സൈഡ്, ഇത് അപ്പുറത്തെ സൈഡ്, പിന്നെ ഇത് രണ്ട് സൈഡിലെ പേര്, പിന്നെ ഇത് ബേക്കിൽ ഡോറിൻ്റെ അടുത്ത് വരുന്നത്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വർക്ക് വരുന്നുണ്ട്. ഈ ഗ്ലാസ്സിൽ കുറച്ച് പേര് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് നെയിം വരുന്നുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു സൈഡ് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ബോണറ്റിൻ്റെ ഈ ഒരു ചെറിയ പീസ് ആദ്യം ഒട്ടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ച് ഫ്രണ്ട് ഈ ഭാഗത്താക്കിയിട്ട് വെക്കാം. ഞാൻ ഇങ്ങനെ അനക്കൊരു ഏലിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തിലാണ് വെക്കുന്നത് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയല്ല, ഞാൻ ഒട്ടിക്കുമ്പോൾ പിന്നെ ചെരിഞ്ഞു. അതുകൊണ്ട് ഫ്രണ്ടിലേശം ഇങ്ങോട്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. നമുക്ക് ഈ ഒരു മിറർ റിമൂവ് ചെയ്ത് വെക്കാം. ഈ സാധനം നമ്മളെ ചെറിയ മിറർ, നമ്മളെ കാറിനൊക്കെ ഉണ്ടാവില്ല, ഫോർച്യൂണർ, സ്കോർപ്പിയോ അങ്ങനത്തെ കാറിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ടൈപ്പ് മിറർ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണത്, അത് റിമൂവ് ചെയ്യാം. പിന്നെ ഇങ്ങനെയാണ് സാധനം വരുന്നത്. ആദ്യം തുടക്ക പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിട്ടേ വരുക. ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിട്ട് വരും. ഞാൻ ഒന്നും കൂടി ട്രൈപോഡിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വൃത്തി കാണിച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ആ ബോണറ്റിൻ്റെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഹെഡ്ലൈറ്റിൽ ഇവിടെ കുറേ പണിയുണ്ട്. ഇവിടെ എന്തോ വൃത്തികേട് പോലെ ഉണ്ടായാലും ഒന്ന് റെഡിയാക്കണം. ഇപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതാണ് സ്റ്റിക്കർ, ഇതേപോലെ വരിക. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റിക്കർ, ഒരു പാന്തറിൻ്റെ ആണ്. നമ്മളെന്താ പറയുക, പുലിയില്ലേ, കുഞ്ഞി ഒരു നീല പുലി, ബ്ലാക്ക് പാന്തറാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. ബ്ലാക്ക് ഒന്നല്ല, ഒരു നീല പോലെ ഉള്ള. അപ്പോൾ നമുക്കിത് ഞാൻ ബ്ലേഡൊന്നും എടുക്കാൻ വിട്ടുപോയി. ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള തൽക്കാലം കൈനെ കൊണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കാം. അല്ല, ബ്ലേഡ് എടുത്തിട്ട് വരാം. ബ്ലേഡ് എടുക്കുന്നത് കുറച്ചുകൂടി നല്ലത്, കാരണം ഇങ്ങനെ ഇവിടെ ഒട്ടിക്കുമ്പോൾ ബ്ലേഡ് ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്ലേഡ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഇത് എടുക്കാം. എനിക്ക് തോന്നുന്നത് എങ്ങനെ ഒട്ടിക്കുക, താഴെ നിന്ന് മേലോട്ട് ഒട്ടിക്കാൻ തോന്നുന്നല്ലേ. ആദ്യം നമുക്ക് താഴെ ഭാഗം ഇങ്ങനെ ഫുൾ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് ആദ്യമായിട്ട് ഒട്ടിക്കുന്നത്. എല്ലാം കണക്ക് തന്നെ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നാലും ഏകദേശം ഇങ്ങനെ വരും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒട്ടിച്ചിട്ട് മേലോട്ട് അങ്ങനെ കയറി പോവാം. ഏകദേശം ഈ ഒരു ഇതിൽ വരും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് പോവാം. എയർ ബബിളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് തന്നെ അങ്ങനെ ഒട്ടിക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല പശയുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് മറ്റേ PVC നമ്മൾ സാധാരണ ബസ്സിനൊക്കെ എടുത്ത ഒരു സാധനമില്ല, അതിനെക്കാട്ടിയും നല്ല പശ വരുന്നുണ്ട്. ഒട്ടിയാൽ അവിടെ ഒട്ടി അങ്ങ് നിന്നോളും, പിന്നെ ഒന്നും പേടിക്കാനില്ല. എയർ ബബിൾ വരാണ്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് എയർ ബബിളെല്ലാം വന്ന് പെട്ടെന്ന് തിരിയും. ഓക്കെ, ഇത്രയേ പരിപാടിയുള്ളൂ. നമ്മളെ ബോണത്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. മാക്സിമം എയർ ബബിളൊന്നും ഇല്ലാണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയല്ലേ. ഞാൻ അടുത്ത് കാണിച്ചു തരാം. കുഞ്ഞൊരു പാന്തറിൻ്റെ ചിത്രം ഈ ഒരു മൂലക്ക് വരുന്ന സെറ്റല്ല, അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇത് ബേക്കിലേക്ക് പോവാം. ബേക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് സ്റ്റിക്കർ ഈ ഒരു ഇതന്നെ, നമ്മൾ പാന്തറിൻ്റെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം ഈ ഡോറിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈപോഡ് താത്തിട്ടായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ല കുറച്ചുകൂടി നല്ലത് കാണാൻ. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് മേലെ താഴോട്ട് ഇട്ടിക്കാം, കാരണം ആ ചെയിന് വരുന്ന ഭാഗം നമുക്ക് ആ ഒരു ഡോറിൻ്റെ തുടക്കത്തിൽ കിട്ടണം. അങ്ങനെയാണ് ഒറിജിനൽ വണ്ടിക്കുള്ളത്. അപ്പോൾ ഇത് മേലെ താഴേക്ക് ഇങ്ങനെ ഒട്ടിക്കാം. ഏകദേശം സെൻറ്റർ നോക്കി വെക്കുക. സോറി, അതിന് മുന്നേ ഗ്ലാസ് വൈറ്റ് ആക്കാനുണ്ടാവും, ഞാൻ മറന്നു കേട്ടോ. നമുക്ക് സൈഡ് ഒട്ടിക്കാം, കാരണം ഈ ഗ്ലാസ് ആദ്യം വൈറ്റിനെ കൊണ്ട് കവർ ചെയ്യണം. വണ്ടിക്ക് അങ്ങനെയുള്ളത് അത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അതിന് ഉള്ളിൽ പോയി എടുക്കാം. എന്നാൽ നമുക്ക് സൈഡിൻ്റെ പരിപാടി നോക്കാം. ഇപ്പോഴത്തെ സൈഡ് ഒട്ടിക്കാം. ഡ്രൈവർ സൈഡ് ആദ്യം ഒട്ടിക്കാം. ഏകദേശം ഇങ്ങനെ വെക്കാം. എനിക്ക് അതായിരിക്കും കുറച്ച് ഒട്ടിക്കാൻ വേണ്ടി എളുപ്പം. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഏകദേശം വരും. ഒറിജിനൽ ഫോട്ടോ നോക്കട്ടെ വണ്ടീൻ്റെ, അതൊക്കെ നോക്കണം എവിടുന്ന സ്റ്റിക്കർ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറിപ്പോയിട്ട് കാര്യമില്ല. ഏകദേശം ഈ എൻഡിൽ നിന്ന് തന്നെ അല്ലേ, ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരും. ഈ സ്റ്റിക്കർ ഏകദേശം ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ. ഓക്കെ, ഏകദേശം ഇങ്ങനെ വരുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ കടത്തി വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് നല്ലത്. ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി അനക്കോ എളുപ്പം നിങ്ങൾക്ക് കാണാനും ഇങ്ങനെയായിരിക്കും സുഖം. ഏകദേശം ഇത് ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരും ഏകദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ഇത് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. മിഷൻ കട്ടെന്നല്ല, നമ്മൾ മാനുവലായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ. അതുകൊണ്ടാണ് ഇങ്ങനെ പറിക്കുമ്പോൾ ഈ ഒരു ഇത് മാത്രം വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് പണി വരും ഇവിടെ, കാരണം ഈ ഒരു കട്ടിങ്ങും ഇതെല്ലാം ലെവലാക്കി എടുക്കണം. നോക്കട്ടെ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. ഏകദേശം ഈ ഒരു ഇതാ വരിക. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. പണിയായി. ഇത് ഭാഗ്യം. ഏകദേശം ഈ ഒരു രീതിയിൽ തുടങ്ങാം കേട്ടോ. നോക്കട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം. മൊത്തം ഇതായിപ്പോയല്ലോ. കുറച്ചൊരു ഈ ഒരു ലെവലിൽ വരണം. ഏകദേശം ഈ ഒരു ലെവലാണ് വേണ്ടത്.
നമുക്കിത് ഒട്ടിക്കുന്നതിന് മുന്നേ കുറച്ചധികം പണി വരുന്നുണ്ട്. ആദ്യം ഒരു ഡിസൈൻ്റെ എല്ലാം ഇങ്ങനെ കട്ടിങ് എല്ലാം എടുക്കണം, കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എങ്ങനെയും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ മൊത്തം കട്ടിയെല്ലാം ചെയ്ത് എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് ബസ്സിൻ്റെ ഒന്നും പോലെ അല്ല, ട്രാവലറിന് ഈ ഒരു ബോഡി വർക്കെല്ലാം വരുന്നതുകൊണ്ട് ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനമില്ല, ഇത് ഇവിടെ ഉണ്ട്. അതാണ് ഇത് കറക്റ്റ് കിട്ടുന്നില്ല. ഇപ്പം കറക്റ്റ് കിട്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ പ്രശ്നത്തിലേക്ക് അങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ലൈറ്ററെല്ലാം വെച്ച് ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് തകിടെല്ലാം ചെറിയ മാർക്കിങ്ങെല്ലാം മനസ്സിൻ്റെ കണ്ട അതിൻ്റെ പുക തട്ടിയിട്ട് എൻ്റെ ഹീറ്റ് കണ്ണിലുണ്ടെങ്കിൽ സെറ്റ് പോലെ ആക്കാം. എൻ്റെ മേലെ ഒന്നുമില്ല. ഞാൻ ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിക്കൊണ്ട് എന്ത് ചെയ്ത് മൊത്തം അതിൻ്റെ ഒരു പുക അടിച്ചിട്ട് വീഡിയോ എന്തെങ്കിലും പോലെ ചെറുങ്ങനെ ഒന്നും ഇതായിട്ടുണ്ട്. ഇവിടെ കണ്ട ചെറുങ്ങനെ. അപ്പം കുഴപ്പമില്ലാത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് എന്താവും അറിയില്ല. ഇത് തന്നെ കുറച്ച് പണിയെടുത്തിട്ട് ആക്കിയ അപ്പുറത്തെ സൈഡ് നല്ല വൃത്തിക്ക് കിട്ടിയാൽ മതി. ബാക്കൊന്നും പിന്നെയും കുഴപ്പമില്ല. ഈ ഒരു സാധനമല്ലേ ഉള്ളൂ, മറ്റേ സാധനമില്ലല്ലോ. കാരണം ഇവിടെ വെച്ച് തീരുകയും ചെയ്യും. ഇത്രേ വരും, ഇതിൻ്റെ അപ്പുറം വരില്ല സ്റ്റിക്കർ, അത്രേ ഉള്ളൂ ഹൈറ്റ്. അപ്പോൾ നോക്കാൻ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡും ഒട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പണിയെടുത്തിട്ട് ഒട്ടിച്ചിന്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് സൈഡ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. വീലാർസിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ലെവലാക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ സൈഡ് ഇങ്ങനെയാണ് ഉള്ളത്. കുറച്ച് എന്തെല്ലാം ആയിപ്പോയിട്ടുണ്ട്. ആ ലൈറ്ററെല്ലാം ഇട്ട് ചൂടാക്കുമ്പോൾ കുറച്ച് ഡാമേജ് എന്തെല്ലാം ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇതാണ് സൈഡ് ലുക്ക് വരുന്നത്. പിന്നെ കുറച്ചും കൂടി വലുതായിരുന്നു സ്റ്റിക്കർ കേട്ടോ. ഞാൻ എടുത്തേരെന്തോ അളവ് മാറിപ്പോയി തോന്നുന്നു. മൊത്തത്തിൽ എല്ലാ സ്റ്റിക്കറും കുറച്ച് അളവ് കുറഞ്ഞു പോയിന്. ഈ ഒരു പുലി ഏകദേശം ഇത്രോളം വരേണ്ടിയാണ്. അതെന്തോ എടുത്തതിൻ്റെ മിസ്റ്റേക്കാന്ന് തോന്നുന്നു. അല്ല, ആ പ്രിൻ്റ് എടുത്തതിനെന്തോ മിസ്റ്റേക്കാണ്. കുറച്ച് എല്ലാൻ്റെ അളവ് പൊതുവേ എല്ലാ സൈസും കുറച്ചൊന്ന് കുറഞ്ഞിന്. പിന്നെ ഈടിയന് ഇങ്ങനെ ഒരു പേരും കൂടി വരാനുണ്ട്. പിന്നെ ബേക്കും നമ്മൾ ഒട്ടിച്ചു, ബേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിന്. അത് നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒട്ടിച്ചത്. അതുകൊണ്ടാണ് അത് ഇതിൽ കാണിക്കുക. ഇനി ഇവിടെ ഒരു ഇതും ഒട്ടിക്കാനുണ്ട്, പേര്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണുള്ളത്. ഇനി ഇവിടെയും പേര് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ പേര് ഒട്ടിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെ ഒട്ടിക്കുവാന്ന്. ഓക്കെ, പിന്നെ നമുക്ക് സൈഡ് ബഗീര എന്നുള്ള നമ്മുടെ വണ്ടീൻ്റെ പേര് ബഗീര എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നോക്കട്ടെ ഏകദേശം ഇവിടെ വരുന്നതെന്ന്. വണ്ടീൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഏകദേശം നമ്മളെ സാധനം ഇവിടെ വരുന്നത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പകുതി ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ വരുന്നത് ഏത് പേര്. അപ്പോൾ ഹൈറ്റും കൂടി ഒന്ന് നോക്കട്ടെ. ഹൈറ്റ് ഇതിൻ്റെ രണ്ടെങ്കിൽ സെൻറ്റർ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. നമ്മളിതാ ഇത് സ്റ്റിക്കർ ട്രാൻസ്പെറൻ്റ് എടുത്തുകൊണ്ട് കറുപ്പ് ഇങ്ങനെ ഔട്ട്ലൈൻ മാത്രമായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഞാനൊന്ന് സെൻറ്ററിലാക്കാം. ഓക്കെ, ഏകദേശം സെൻറ്ററിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് വരിക. ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, മാക്സിമം ശരിയാണ്ട് ഒട്ടിക്കാൻ നോക്കാം. ഏകദേശം ഒന്ന് വലിച്ചിട്ട് നമുക്ക് ഏകദേശം ഓക്കെ. ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്, ഈ സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല. സ്റ്റിക്കർ ഗ്രേ കളറാണ് വേണ്ടത്. നമ്മൾ പ്രിൻ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് അത് ബ്ലാക്ക് ആയി പോയിന്. അതെന്തോ അവർ ഞാൻ എഡിറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാന്ന് തോന്നുന്നു. ഒരു ഗ്രേ ഔട്ട്ലൈനാണ് വേണ്ടത്, ബ്ലാക്ക് ഔട്ട്ലൈൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. കസ്റ്റമർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ലൈറ്റ് ഗ്രേ ഔട്ട്ലൈനാണ് വേണ്ടത്. നമ്മൾ പ്രിൻ്റ് എടുത്തപ്പോൾ അത് പ്രിൻ്റ് എടുത്തപ്പോൾ എഡിറ്റ് ചെയ്തതിൻ്റെ ഇപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അന്നേരം ബ്ലാക്ക് ആയിപ്പോയി. ChatGPT വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്തത്. ChatGPT വെച്ച് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ആയിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല, അതാണ് പറ്റിപ്പോയത്. കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡും കൂടി ഒട്ടിക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് മെയിൻ നെയിം ഒട്ടിക്കാട്ടോ. ഗ്ലാസ്സെല്ലാം ഫുള്ള് പൊടിയാണ്, ഒന്ന് തുടച്ചേക്കാം. ഈ സൈഡിലേ വരുന്ന നെയിമാണ്. അപ്പം നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേറൊരു വൈറ്റ് സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ട് ആ വൈറ്റ് സ്റ്റിക്കറാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. ഏകദേശം നേരെ നോക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം. ശരിക്കും ഉള്ളിലാണ് വരുന്നത് ഈ നെയിം. പക്ഷേങ്കിൽ നമ്മളെ ഗ്ലാസ് ബ്ലാക്ക് ആയാലും ഉള്ളിൽ ഒട്ടിച്ചിട്ട് കാര്യമില്ല, ഉള്ളിൽ ഒട്ടിച്ചാൽ കാണൂല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തെ ഒട്ടിക്കുന്നത്. അപ്പം ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സൈഡിൽ പറഞ്ഞാൽ ഫിക്സ് ചെയ്തിട്ടില്ല, അതാണ് ഇങ്ങനെ ഇളകി പോകാൻ നല്ല ഫിക്സ് ചെയ്യണം അത്രേ. അപ്പോൾ എന്തായാലും സ്റ്റിക്കർ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെല്ലാർ എന്നുള്ള ഈത്തുണ്ട്. അത് പക്ഷേ ഒട്ടിച്ചാൽ കാണുമോയെന്ന് അറിയില്ല, അത് ഒന്ന് നോക്കിയിട്ട് ഒട്ടിക്കണം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏകദേശം ആയി കേട്ടോ. സ്റ്റിക്കർ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞു. സൈഡ് നമ്മൾ ബഗ്ഗിയിൽ ഒട്ടിച്ചു, പിന്നെ ബേക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്, പുലി ഒട്ടിച്ചു, നമ്മളെ ഇത് എന്താ പറയുക ബഗീരൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. കജനി, കാരംകുളം, തിരുവനന്തപുരം, ഈ നാട്ടിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. ബഗീര എന്നാണ് വണ്ടീൻ്റെ പേര്. അപ്പോൾ വണ്ടീൻ്റെ ഓണർ തന്നെയാണ് നമുക്ക് വർക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാം സ്റ്റിക്കർ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ടോപ്പെല്ലാം ഒന്ന് ഫിക്സ് കവർ ചെയ്യണം. അങ്ങനെ കുറച്ചധികം പരിപാടി ഇനിയുണ്ട്. ഇത് മഡ് ഫ്ലാപ്പ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പണിയുണ്ട്. സ്റ്റിക്കർ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വണ്ടിയിൽ സ്റ്റിക്കർ വർക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. സംഭവം എല്ലാം മനസ്സിലായിരിക്കും. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് മിക്കവാറും വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി പിന്നെ പ്ലാറ്റ്ഫോം ഒട്ടിച്ച് ടോപ്പെല്ലാം കവർ ചെയ്യാനുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.